HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, നേഹ സനിൽകുമാർ, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഇസ്രയേലി ആക്രമണത്തിന് പിന്തുണ, വഷളാകാൻ US. കേരളത്തിലെ ഗ്രന്ഥശാലകൾ ലോകത്തിന് മാതൃക, മുഖ്യമന്ത്രി. ടോൾ ബൂത്തിൽ ഇനി കാത്തിരിക്കേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും. ഹൈക്കോടതി തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേൽ ആശുപത്രിയിലും ആക്രമണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഇസ്രയേലി ആക്രമണത്തിന് പിന്തുണ, വഷളാകാൻ US. ഇറാനുമേൽ ഇസ്രയേൽ നടത്തുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണത്തിന് അമേരിക്ക പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധക്കളമൊരുങ്ങുന്നു. ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു. നേരിട്ട് സൈനിക നടപടിക്കുള്ള മാർഗങ്ങൾ ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നും ഏതു നിമിഷവും അന്തിമ തീരുമാനമെടുക്കാമെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. USS നിമിറ്റ് വിമാനവാഹിനി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുകയാണ്. USS കാൾ വിൻസൺ യുദ്ധക്കപ്പൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. F-22, F-35 യുദ്ധവിമാനങ്ങളും സജ്ജം. അമേരിക്കയുടെ പിന്തുണ തേടുന്നത് ഇസ്രയേലിന്റെ ബലഹീനതയും ഭീരുത്വവുമാണ് വെളിവാക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രഖ്യാപിച്ചു. ഖമനേയി നവ ഹിറ്റ്ലറാണെന്നും ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ലെന്നും ഇസ്രയേൽ ഭീഷണി മുഴക്കി. ഖമനിയെ ഉന്മൂലനം ചെയ്യുക തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാസ്റ്റ് പറഞ്ഞു. നിരൂപാധികം കീഴടങ്ങണമെന്ന അമേരിക്കൻ ഭീഷണി ഇറാൻ തള്ളിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇറാനിലെ അരാഖ് ആണവ റിയാക്ടറും നാദൻസ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന നിലയവും ഇസ്രയേൽ ആക്രമിച്ചു. ആയുധ ഫാക്ടറികൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവയും തകർത്തു. ഇറാനിൽ ഇതുവരെ 639 പേർ കൊല്ലപ്പെട്ടു. 1500 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 250 പേരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരാണ്. കേരളത്തിലെ ഗ്രന്ഥശാലകൾ ലോകത്തിന് മാതൃക, മുഖ്യമന്ത്രി. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PN പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ദേശീയ വായന മഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ കാലത്ത് പൊതുയിടങ്ങളും ചർച്ചകളും നിലനിർത്തണം. വായിച്ച പുസ്തകത്തിന്റെ ഉള്ളടക്കം മാത്രമല്ല, സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിന് പകരാനും വായനശാലകൾക്ക് കഴിയണം. ടോൾ ബൂത്തിൽ ഇനി കാത്തിരിക്കേണ്ട. സംവിധാനം നടപ്പിലാക്കുന്നതോടുകൂടി ടോൾ ബൂത്തുകളിൽ ഇനി കാത്തു നിൽക്കാതെ സുഗമമായ സഞ്ചാരം യാഥാർത്ഥ്യമാകും. ഒരു വർഷത്തേക്കുള്ള യാത്രയ്ക്ക് 15 രൂപയെ ചെലവാകുകയുള്ളൂ. ടോൾ ബൂത്തുകളിൽ തിങ്ങി നിറഞ്ഞുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാനാകും. തർക്കങ്ങൾ ഒഴിവാക്കാം. വാർഷിക പാസ് നിലവിൽ വരുന്നതോടെ രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലൂടെ സുഗമവും ചെലവും കുറഞ്ഞതുമായ യാഥാർത്ഥ്യ സാധ്യമാക്കുമെന്നും ഗഡ്കരി കുറിപ്പിൽ പറഞ്ഞു. 200 യാത്രകൾ കഴിഞ്ഞാലും അക്കൗണ്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും. രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിരുദ്ധമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യയെ ഒരിക്കലും വിദേശ ഭാഷകളിലൂടെ സാങ്കല്പിക്കാനാവില്ലെന്ന് ISS ഉദ്യോഗസ്ഥൻ അശുതോഷ് അഗ്നിഹോത്രിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഷാ പറഞ്ഞു. മോദി സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ പദ്ധതിയിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിവാദ പരാമർശം. തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ത്രിഭാഷാ പദ്ധതിക്കെതിരെ രംഗത്തു വന്നു. NDA ഭരണത്തിലുള്ള മഹാരാഷ്ട്രയിലും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നീക്കത്തിനെതിരെയായി പ്രതിഷേധം ഉയർന്നു. സംസ്ഥാനങ്ങളുമായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആശയവിനിമയം ഡിസംബർ മുതൽ പ്രാദേശിക ഭാഷകളിൽ ആയിരിക്കുമെന്ന് അമിത് ഷാ നേരത്തെ പ്രസ്താവിച്ചിരുന്നു.
ഇതിന് പിന്നാലെയാണ് ഇംഗ്ലീഷിനെതിരായ കടന്നാക്രമണം. ഹൈക്കോടതി തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനത്തെ കല്യാണ ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയിടങ്ങളിലും തിരക്കേറിയ 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ ചടങ്ങുകളിലും നിരോധനം ബാധകമാണ്. ഉത്തരവിന് ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 മുതലാണ് പ്രാബല്യം. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേൽ ആശുപത്രിയിലും ആക്രമണം. ഇറാനിലെ അറാഖ് ആണവ നിലയത്തിൽ ഇസ്രായേൽ ബോംബിട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രി അടക്കം 4ഇടത്ത് നാശനഷ്ടമുണ്ട്. ഇസ്രായേലിനൊപ്പം US ആക്രമണത്തിൽ പങ്കുചേരുമെന്ന സൂചന ശക്തമാകുന്നതിനിടെ ബ്രിട്ടീഷ്, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ചർച്ച നടത്തും. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയലിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 19 മുതൽ 26 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു. 1926 സ്വന്തം നാട്ടിൽ സ്ഥാപിച്ച സനാതന ധർമ്മം വായനാശാലയിൽ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ണികൊണ്ട വായനാശാലകൾ. മലയാളികൾക്ക് വായനയെ ഗൗരവാതരമായ ശീലമായി പരിചയപ്പെടുത്തിയ PK നാരായണപിള്ളയെ നമുക്ക് ആദരവോടെ ഓർക്കാം. സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. മുട്ട അവിയൽ, വെജ് ബിരിയാണി, ലെമൺ റൈസ്, പായസം തുടങ്ങിയവയും. സംസ്ഥാനത്ത് 8ാം ക്ലാസ് വരെയുള്ള സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഇനി ചോറ് മാത്രമല്ല, എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, ക്യാരറ്റ് റൈസ് എന്നിവയും ഉൾപ്പെടുത്താം. മുട്ട അവിയൽ, കുരുമുളകിട്ട മുട്ട റോസ്റ്റ് തുടങ്ങിയവയും വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമുള്ള പരിഷ്കരിച്ച മെനുവിലുണ്ട്. ഒരു കപ്പൽ കൂടി തടഞ്ഞുവെച്ചു. നഷ്ടപരിഹാരം കെട്ടിവെച്ച് മോചിപ്പിച്ചു. കൊച്ചി തീരത്ത് പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിൻ്റെ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പലും തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കണ്ടെയ്നർ മുങ്ങിയതോടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കോടതിയിൽ കമ്പനി തുക കെട്ടിവെച്ചതോടെ കപ്പൽ വിട്ടുനൽകി. MV MSC പോളി 2 കപ്പലാണ് അഡ്മിറാൽറ്റി നിയമപ്രകാരം തടഞ്ഞുവെക്കാൻ ജസ്റ്റിസ് MLA അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടത്. കപ്പൽ മുങ്ങിയതോടെ 50 മെട്രിക് ടൺ കശുവണ്ടി നഷ്ടപ്പെട്ടുവെന്നും 73.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം ആസ്ഥാനമായ സാൻസ് കശ്യൂ ഇന്ത്യ കമ്പനിയുടെ MD PV പ്രവീണയാണ് ഹർജി നൽകിയത്. കമ്പനി 73.5 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചാൽ കപ്പൽ വിട്ടുനൽകാമെന്നും ഉത്തരവിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ഇത്രയും തുകയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ കെട്ടിവെച്ചതോടെയാണ് കപ്പൽ വിട്ടുനൽകിയത്. മറ്റൊരു ഹർജിയിൽ MSC മാനസ F കപ്പൽ പിടിച്ചുവയ്ക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് 5.97 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചാണ് കപ്പൽ മോചിപ്പിച്ചത്. തുക കേസ് തീരുന്നതുവരെ ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരിൽ സ്ഥിതി നിക്ഷേപമാക്കിയിരുന്നു. ഇന്ത്യൻ തീരത്തെത്തുന്ന തങ്ങളുടെ കപ്പലുകൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിയെ കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് 50ഓളം കപ്പലുകളുടെ പേരിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സമാധാന ശ്രമവുമായി റഷ്യ. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന ഇടപെടലിന് അമേരിക്ക കളത്തിലിറങ്ങാൻ ശ്രമിക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി റഷ്യ രംഗത്തെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോൺ സംഭാഷണത്തിൽ വിഷയം ചർച്ച ചെയ്തു. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആണവ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള രാഷ്ട്രീയ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്നും റഷ്യയും UAEയും ആവശ്യപ്പെട്ടു. സംഘർഷം ഒഴിവാക്കുന്നതിനായി ഇറാനുമായും ഇസ്രയേലുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബന്ധപ്പെട്ടിരുന്നു. സംഭാഷണത്തിന് മധ്യസ്ഥത വഹിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധതയും പുടിൻ പ്രകടിപ്പിച്ചു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിലൂടെ കലുഷിതമായ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതി കൂടുതൽ രൂക്ഷമാകുന്നതാകും
അമേരിക്കയുടെ ഇടപെടലെന്ന് റഷ്യൻ വിദേശ സഹമന്ത്രി സെർജി റിയാക്കോവ് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ ആണവ ഭീഷണി സാങ്കല്പികമല്ലെന്നും യാഥാർത്ഥ്യമെന്നതും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് മേഖലയ്ക്കും ലോകത്തിനും ഭീഷണിയാണെന്നും സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശത്തെ മാനിക്കുന്നുവെന്നും റഷ്യൻ വിദേശ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ റേഡിയോ അഭിമുഖത്തിൽ പ്രതികരിച്ചു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രയേലിനൊപ്പം ചേരുന്നത് ഉൾപ്പെടെ നിരവധി മാർഗങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘർഷവും പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് റഷ്യയുടെ പ്രതികരണം. അതിനിടെ ഇസ്രയേലി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാന് നിയമപരമായ അവകാശമുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് റസിപ് തയ്യിബ് പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഇസ്രയേലി ആക്രമണത്തിന് പിന്തുണ, വഷളാകാൻ US. കേരളത്തിലെ ഗ്രന്ഥശാലകൾ ലോകത്തിന് മാതൃക, മുഖ്യമന്ത്രി. ടോൾ ബൂത്തിൽ ഇനി കാത്തിരിക്കേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും. ഹൈക്കോടതി തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേൽ ആശുപത്രിയിലും ആക്രമണം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 5Bയിലെ അഗ്നിജിത. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഏത് സർവകലാശാലയാണ് കച്ചിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത്? കേരള സർവകലാശാല. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇറാൻ വിദേശകാര്യമന്ത്രി ആരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.